ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട NCERTs ഏതൊക്കെയാണെന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ UPSCൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് NCERTs തറോ ആയിട്ട് വായിക്കുക എന്നുള്ളതാണ്. സോ എല്ലാ NCERTസും വായിക്കണമെന്ന് ചോദിച്ചാൽ അത് വേണ്ട. കാരണം നമുക്ക് ആവശ്യമുള്ള NCERTs മാത്രം നമ്മൾ വായിച്ചാൽ മതി. സോ ഇപ്പോൾ മോസ്റ്റായിട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട NCERTs ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹിസ്റ്ററിയിലാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ GS 1ലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്. ജോഗ്രഫിയിൽ നിങ്ങൾ 6 മുതൽ +2 വരെയുള്ള NCERTs മസ്റ്റായിട്ട് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലപോലെ നിങ്ങൾക്ക് ബേസ് ഫൗണ്ടേഷൻസ് നിങ്ങൾക്ക് തറവാക്കാൻ വേണ്ടി പറ്റും. സോ +1 +2ലുള്ള NCERTs ജോഗ്രഫീൻ്റെ അത് ഒന്നും കൂടെ എക്സ്ട്രാ ഒരു 3 to 4 ടൈംസ് വായിക്കുക എന്നുള്ളതാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നിങ്ങൾക്ക് 6th മുതൽ നിങ്ങൾക്ക് അറിയാം ബേസ് ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 8th മുതൽ നോക്കുക. 8th വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ എനിക്കിത് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ +1 +2 മാത്രം നോക്കുക. ഇനി നമ്മൾ പോളിറ്റിയിലേക്ക് വരുമ്പോൾ +1 NCERTs മസ്റ്റായിട്ട് വായിച്ചു നോക്കുക പോളിറ്റിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ പോളിറ്റിയിൽ കുറച്ചും കൂടെ നല്ലൊരു കൺസെപ്റ്റൽ കാര്യമായിട്ട് നമുക്ക് നല്ലൊരു ബേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു +1ലെ NCERTസും അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്മികാന്തും തറോ ആയിട്ട് വായിച്ചാൽ നമ്മൾ പോളിറ്റി അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ പോളിറ്റിയിൽ +1ലെ NCERTs നന്നായി വായിക്കാം. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ എക്കണോമിക്സും അതുപോലെ +1 +2 NCERTs വായിക്കാം. ദെൻ എക്കോളജി, എൻവയോൺമെൻറ്റ് എക്കോളജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ +2ലുള്ള ബയോളജീൻ്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ മാത്രം നോക്കുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. ആ ഒരു ചാപ്റ്റർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എക്കോളജിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ബേസ് ഉണ്ടാവും. അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങൾ +1ലെ NCERTs മാത്രം വായിച്ചാൽ മതി. ആർട്ട് ആൻഡ് കൾച്ചർ അത് അത്യാവശ്യം നല്ലോണം ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. +1ലെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇനി വരുന്നത് സൊസൈറ്റിയാണ്, ഇന്ത്യൻ സൊസൈറ്റിയിൽ +1ലോ അല്ലെങ്കിൽ +2ത്തെയോ സോഷ്യോളജി ടെക്സ്റ്റ് വായിക്കുന്നത് കുറച്ചും കൂടെ എന്താണ് ആ ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോണ ടോപ്പിക്സിനെ കുറിച്ച് കുറച്ച് ബേസ് നമുക്ക് ഈ സോഷ്യോളജി ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ NCERTs എത്ര പ്രാവശ്യം വായിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ NCERTനെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എനിക്ക്, അല്ലെങ്കിൽ ഇതെനിക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടൈം വായിച്ചാൽ മതി. ഓവർ അതിൽ ടൈം ഇടേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവാനുണ്ട് എന്നുണ്ടെങ്കിൽ 3rd റീഡിങ്ങും കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറിയൊരു ക്രിസ്പായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ റിവിഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കാനാണെങ്കിലൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ബൾക്കായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കുക. ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വേർഡ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജൈനിസം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജൈനിസത്തിൻ്റെ ഓരോരോ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ നോട്ടിൽ പ്രിപ്പയർ ചെയ്യുക. ആ പോയിന്റ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്രീഫ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് പോലെ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ കുറച്ചും കൂടെ റീകോൾ ചെയ്തെടുക്കാനും നമ്മുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിനൊക്കെ ആ റീകോളിംഗ് പ്രോസസ്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും NCERTs ആണ് നമ്മൾ വായിക്കേണ്ടത്. നമ്മുടെ ബേസ് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ഇത്ര NCERTs നമ്മൾ വായിച്ചാൽ മതി. അപ്പോൾ ഈ NCERTs വായിക്കുമ്പോൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് അല്ലെങ്കിൽ ഫുൾ എഫേർട്ട് അതിന് കൊടുത്തിട്ട് നിങ്ങൾ വായിച്ചെടുക്കണം. കാരണം എന്താ, പക്ഷേ നിങ്ങളുടെ ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആയാലേ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ആക്കി അല്ലെങ്കിൽ മെയിൻസിനോ പ്രിലിംസിനോ വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ബേസ് നല്ലോണം സ്ട്രോങ് ആവാൻ വേണ്ടി NCERTs വായിക്കും. ഈ NCERTസിൻ്റെ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഈ ക്ലാസ്സസ് നമ്മൾ എന്തായാലും NCERTയുടെ ക്ലാസ്സസ് ആവശ്യമുള്ള ഭാഗങ്ങൾ ക്ലാസ്സായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ GS 1ൻ്റെയും GS 2ൻ്റെയും GS 3ൻ്റെയും 4ൻ്റെയും എല്ലാത്തിൻ്റെയും സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ.